നിങ്ങളോടൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ചോദിക്കുകയാണ്, എന്താ വീക്കെൻഡായിട്ട് പരിപാടി, നമുക്കെന്തെങ്കിലും പ്ലാൻ ചെയ്താലോ? അപ്പോൾ നിങ്ങളിങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്, ഒന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം, കുറച്ചു പണിയുണ്ട്. നിങ്ങൾക്കൊരു പണിയുമില്ല എന്നവർക്കറിയാം. അവർ പറയും, എന്തൊരു ബോരനാ നീ, ഇങ്ങനെ വീട്ടിലിരുന്ന് ജീവിതം തീർന്നു പോകും. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ നമുക്കിഷ്ടമല്ലേ? പക്ഷേ സത്യമെന്താണെന്നറിയോ? നിങ്ങളൊരു ബോരനായതുകൊണ്ടോ ഒന്നുമല്ല ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായതുകൊണ്ടോ, ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം നഷ്ടപ്പെടുന്നതുകൊണ്ടോ അല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. പകരം നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്നാണ് കാരണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ സൈക്കോളജിയെക്കുറിച്ചാണ്. പുറലോകം ബോറന്മാരെന്ന് വിളിച്ച് കളിയാക്കുന്ന, എന്നാൽ ശാസ്ത്രം വളരെ ആഴത്തിൽ ചിന്തിക്കുന്നവരെന്നും പവർഫുൾ എന്ന് വിളിക്കുന്ന ആ മനുഷ്യരെക്കുറിച്ച്. ബഹളങ്ങളേക്കാൾ സമാധാനവും, അനാവശ്യ നാടകങ്ങളേക്കാൾ ആഴമുള്ള ബന്ധങ്ങളും, തിരക്കുകളേക്കാൾ നമ്മുടെ വീടിൻ്റെ കംഫർട്ടും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയേക്കാം. നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മളോട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്: പുറത്തിറങ്ങൂ, ആളുകളുമായി ഇടപഴകൂ, അടിച്ചു പൊളിക്കൂ, ഓർമ്മകൾ ഉണ്ടാക്കൂ എന്നൊക്കെ. പക്ഷേ എല്ലാവരും ഒരേപോലെയല്ല ഉണ്ടാക്കപ്പെട്ടത്. ചിലർക്ക് 10 പേരുടെ ഇടയിൽ നിൽക്കുമ്പോഴായിരിക്കും നല്ല എനർജി കിട്ടുന്നത്. ആ ബഹളവും തിരക്കും വർത്തമാനങ്ങളും പൊട്ടിച്ചിരികളുമൊക്കെയാണ് അവരുടെ എനർജി. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എക്സ്ട്രോവേർട്സ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ വേറെ ചിലരുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് അത്യാവശ്യം സമാധാനവും ശാന്തതയും ഉണ്ടെങ്കിൽ സന്തോഷമായിരിക്കാൻ പറ്റും. നിങ്ങളുടെ കഴിവുകേടോ ബലഹീനതയോ അല്ലെങ്കിൽ നിങ്ങൾ മടിയനായതുകൊണ്ടോ ഒന്നുമല്ല. ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്, നിങ്ങളുടെ ബയോളജിയാണ്. പുറം ലോകം എപ്പോഴും പ്രവചിക്കാൻ പറ്റാത്തതാണല്ലേ. ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന മനുഷ്യര്, അനാവശ്യ വർത്തമാനങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന പ്ലാനുകൾ, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ ആളുകളുടെ നിർബന്ധങ്ങൾ, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചേക്കാം അല്ലേ? നമ്മുടെ വീട്ടിലാകുമ്പോൾ അതല്ല അവസ്ഥ. എത്ര വെളിച്ചം വേണം, എത്ര പാട്ട് വെക്കണം, അവിടുത്തെ അന്തരീക്ഷം എങ്ങനെ വേണം, നമ്മുടെ മൂഡ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. നിങ്ങൾ എങ്ങനെയാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. ചിലർക്ക് ഈ ഒരു കൺട്രോൾ ഒരു അത്യാവശ്യ ഘടകമാണ്, പ്രത്യേകിച്ച് പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന സെൻസിറ്റീവായ ആളുകൾക്ക്. അവർക്കിതെന്ന് പറഞ്ഞാൽ ഒരു സൗകര്യമല്ല, ജീവൻ നിലനിർത്താനുള്ള ഒരു സൂത്രവാക്യമാണ്. അവർക്ക് വീടെന്ന് പറയുന്നത് ഒരു സേഫ് സോണാണ്. അവിടെ എത്തുമ്പോൾ മാത്രമേ അവരുടെ മനസ്സിനും ശരീരത്തിനും നെർവസ് സിസ്റ്റത്തിനുമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റൂ. ഇത് അവരെ ജീവിതത്തെ പേടിക്കുന്ന കൊണ്ടൊന്നുമല്ല, മറിച്ച് തങ്ങളുടെ പരിമിതികൾ എന്താണെന്ന് അവർക്കറിയുന്നതുകൊണ്ടാണ്. അത് ബലഹീനതയല്ല, സ്വന്തം കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവാണ്. ഇനി ഇതിലൊരു രസകരമായ കാര്യം, ചില പഠനങ്ങൾ പറയുന്നത് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചില പ്രത്യേക കഴിവുകളുണ്ടെന്നാണ്. അവർക്ക് ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരിക്കും. എന്തിനെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാൻ അവർക്ക് കഴിയും. പിന്നെ എന്ത് വലിയ പ്രശ്നമുണ്ടായാലും അത് കൂളായിട്ട് സോൾവ് ചെയ്യാൻ അവർക്ക് പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്തെ മാറ്റിമറിച്ച വലിയ ഐഡിയകളൊന്നും വളത്തിനിടയിലല്ല വന്നത്. അതൊക്കെ വന്നത് സമാധാനമായിരിക്കുന്ന മൈൻഡുകളിൽ നിന്നാണ്. പാതിരാത്രിയിലെ ഏകാന്തതയിലോ അല്ലെങ്കിൽ ആരും ശല്യം ചെയ്യാനില്ലാത്ത ആ ശാന്തതയിലോ ഇരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യുന്നത്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, അവയൊക്കെ ജനിച്ചത് ആൾക്കൂട്ടത്തിനിടയിലല്ല, മറിച്ച് ഏകാന്തതയുടെ ആ നിശബ്ദതയിലെ. കണ്ടിട്ടില്ലേ ഈ സാഹിത്യകാരന്മാരും സിനിമാ തിരക്കഥാർത്ഥികളുമൊക്കെ ഹോട്ടലിലൊക്കെ മുറിയെടുത്ത് ഒറ്റയ്ക്കിരുന്ന് എഴുതുന്നത്? അതുകൊണ്ട് വീട്ടിലിരിക്കുന്നത് വെറുതെ സമയം കളയലല്ല, മറിച്ച് ലോകത്ത് ബാക്കിയുള്ളവരെ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി കാണാനും ചിന്തിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ എന്താ നമ്മൾ കാണുക? എപ്പോഴും പാർട്ടികൾ, യാത്രകൾ, വലിയ ആൾക്കൂട്ടങ്ങൾ, പിന്നെ എല്ലാവരുടെ മുഖത്തും ആ ചിരിയും അല്ലേ? ഇതൊക്കെ കാണുമ്പോൾ
വീട്ടിലിരിക്കുന്നതെന്തോ വലിയ തെറ്റാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കിയേ, വീട്ടിലെ അമ്മയോ അല്ലെങ്കിൽ മറ്റാരെ ഉണ്ടാക്കി തരുന്ന നല്ല ഫുഡും കഴിച്ച് നമുക്കിഷ്ടപ്പെട്ട ഒരു സിനിമയോ അല്ലെങ്കിൽ സീരീസോ കണ്ട് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിച്ച് ആരും ശല്യം ചെയ്യാനില്ലാതെ ഒരു വൈകുന്നേരം സമാധാനമായിരിക്കുന്നതിലാണ് നിങ്ങളുടെ സന്തോഷമെങ്കിൽ എന്താണ് തെറ്റ്? അതൊരു മോശം ജീവിതമല്ല, അല്ല, മറിച്ച് സമാധാനമുള്ള ഒരു ജീവിതമാണ്. ചിലർക്ക് വേണ്ടത് വെറും സമാധാനം മാത്രമായിരിക്കും. അതിലൊരു കുറ്റവുമില്ല, അതൊരു അടിപൊളി കാര്യമാണ്. ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. ഇപ്പോൾ എല്ലാവരും നല്ലൊരു മൂഡിൽ സന്തോഷത്തോടെ ഒന്നുമല്ല വീട്ടിൽ തന്നെ അടച്ചിട്ടിരിക്കുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങാനത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ല, പല കാരണങ്ങളുണ്ടാകാം. 10 പേരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ആ ഒരു എന്താ പറയുക, പേടി, സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയും. അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത പഴയ ചില മുറിവുകൾ, അതല്ലെങ്കിൽ എന്തിനാ ഇപ്പോൾ അതൊക്കെ എന്ന് ചെവിയിൽ വന്നിരിക്കുന്ന ഡിപ്രഷൻ. ഇങ്ങനെയുള്ളവർക്ക് വീട് ഒരേ സമയം സേഫ് സോണും എന്നാൽ പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു കോഡുമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമുണ്ട്: നിങ്ങൾ വീട്ടിലിരിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് കൊണ്ടാണോ, അതോ പുറത്തിറക്കാൻ വയ്യാത്ത അത്രയും വലിയ ഭാരം നിങ്ങളെ ഉള്ളിലുള്ളത് കൊണ്ടാണോ? ആദ്യത്തേത് സമാധാനമാണ്, എന്നാൽ രണ്ടാമത്തേത് നമ്മൾ നമ്മളെ തന്നെ ഒളിച്ചോടുന്നതാണ്. നിങ്ങളുടെ അവസ്ഥ രണ്ടാമത്തെയാണെങ്കിൽ നിങ്ങൾ ആരും കുറ്റപ്പെടുത്തില്ല. നിങ്ങൾക്കാവശ്യം ചേർത്തു പിടിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരാളെയാണ്. വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നാൽ വലിയ ബാഹളമോ ആൾക്കൂട്ടമോ ഒന്നും വേണ്ട. വളരെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷം കണ്ടെത്താൻ ഇവർക്ക് കഴിയും. രാവിലത്തെ ആ ഒരു ചൂട് കാപ്പി കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം, ഏറ്റവും പ്രിയപ്പെട്ട കസേരയിലെ അല്ലെങ്കിൽ സോഫയിലെ ഇരിപ്പ്, മുറിയിലെ ആ ഒരു മങ്ങിയ വെളിച്ചം, സമാധാനത്തിലൂടുള്ള അസ്തമയം, ഇതൊക്കെയാണ് അവരുടെ ഹൈലൈറ്റ്. മറ്റുള്ളവർ തിരക്കിട്ട് ഓടുന്നതിനിടയിൽ കാണാതെ പോകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഇവർ ആസ്വദിക്കും. ഇവർ ആവേശത്തിനല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റിൻ്റെ പിന്നാലെ പായുന്നവരല്ല, മറിച്ച് തങ്ങൾക്ക് ചുറ്റും സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. അവരുടെ ആ സന്തോഷം സാവധാനം വരുന്നതാണ്, പക്ഷേ അത് നല്ല ആഴത്തിലുള്ളതും സത്യസന്ധവുമാണ്. സൈക്കോളജി ഇതിനെ ലോ സ്റ്റിമുലേഷൻ പ്രിഫറൻസ് എന്നാണ് വിളിക്കുക. അതായത് ഇങ്ങനെയുള്ളവർക്ക് ഉഷാറാവാൻ എപ്പോഴും പുറത്തുനിന്നുള്ള ബാഹളങ്ങളോ തമാശകളോ ഒന്നും വേണ്ട. അതൊന്നുമില്ലാതെ തന്നെ അവരുടെ ലോകം അത്രയും അടിപൊളിയാണെന്നതാണ് സത്യം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചാണോ എന്ന് നോക്കൂ. മറ്റുള്ളവർ വിളിക്കുമ്പോൾ വലിയ കുറ്റബോധമൊന്നുമില്ലാതെ നോ അല്ലെങ്കിൽ ഇന്നെനിക്ക് വരാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയാറുണ്ടോ? ഒരു ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഞായറാഴ്ച പുറത്തൊന്നും പോകാതെ ഒറ്റയ്ക്കിരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം തരാറുണ്ടോ? കണ്ട സിനിമകൾ തന്നെ വീണ്ടും വീണ്ടും കണ്ട് ആസ്വദിക്കാറുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കൂട്ട് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ബഹളങ്ങളെക്കാൾ ആഴമുള്ള കാര്യങ്ങൾ, ഷോ ഓഫ് കാണിക്കുന്നതിനേക്കാൾ സമാധാനം, പിന്നെ വെറുതെ ശ്രദ്ധിക്കപ്പെടുന്നതിനേക്കാൾ അർത്ഥമുള്ള ബന്ധങ്ങൾ. ഇതാണ് നിങ്ങളുടെ പവർ. ഇതിനെയാണ് റിയൽ ഹാപ്പിനെസ് എന്ന് വിളിക്കുന്നത്. ഈ ലോകത്തിന് നല്ല ഒച്ചപ്പാടുള്ള ആവശ്യമുള്ള മനുഷ്യരെ ആവശ്യമുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ശാന്തമായി ചിന്തിക്കുന്നവരെയും ലോകത്തിന് ആവശ്യമാണ്. ലോകത്തിന് വേണ്ടത് കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരെയാണ്, പുതിയവ സൃഷ്ടിക്കുന്നവരെയാണ്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറുള്ളവരെയാണ്, പിന്നെ ആഴത്തിൽ ചിന്തിക്കുന്നവരെയുമാണ്. നിങ്ങളുടെ ജീവിതം ഭയങ്കര അടിച്ചുപൊളിയാണ് എന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കേണ്ട ഒരാവശ്യവും നിങ്ങൾക്കില്ല. അത് സമാധാനമുള്ളതാക്കി മാറ്റുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ ബോറൻ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതോർത്തോളൂ: നിങ്ങൾ ഒരിക്കലും ഒരു ബോറനല്ല, മറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യങ്ങളുണ്ട്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, പകരം നിങ്ങൾ വ്യത്യസ്തമായ ഒന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകാതെ ഇങ്ങനെ മാറി നിൽക്കാൻ വലിയൊരു മനക്കരുത് തന്നെ വേണം. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ജീവിക്കുക. നിങ്ങളുടെ ചിന്തകളിലൂടെ പുതിയ വിപ്ലവം ജനിക്കണം. അല്ലാതെ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇന്റർനെറ്റ് ലോകം ഭരിക്കുന്ന ഈ കാലത്ത് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന, പണമുണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ട്.
അവ കണ്ടെത്തുക. കഴിയുന്നത്ര സ്കിൽ പഠിച്ചെടുക്കുക. പ്രപഞ്ചം കാണിച്ചു തരുന്ന നല്ല വഴികളിലൂടെ സഞ്ചരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എന്നാലേ വീഡിയോ മറ്റുള്ളവരുടെ അടുത്തുകൂടി എത്തൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നല്ലൊരു ദിവസം നേരുന്നു. പ്രപഞ്ചശക്തിക്ക് നന്ദി.